അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചാലും ഉടനെ തന്നെ അമൽ ചെയ്യുന്നവരാണ് സഹാബാക്കൾ. ഒരു ഖുർആനിൽ ആയത്തിറങ്ങിയാലോ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസിൽ എന്തെങ്കിലും ഒരു അമൽ പഠിപ്പിച്ചാലോ ഉടനെ തന്നെ അത് അമൽ ചെയ്യും. ഇത്രത്തോളം പറയുന്നുണ്ട്, ഒരു ഇൽമ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അമൽ ചെയ്യാതെ നമ്മൾ അടുത്ത ഇൽമ് പഠിക്കൂല എന്നാണ് സഹാബാക്കൾ. ആ രൂപത്തിൽ ഇൽമിനനുസരിച്ച് അമലിന് പ്രാധാന്യം കൊടുത്തു അവർ. എന്നാൽ സൂറത്ത് നൂറിലെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ഈ ആയത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം ചോദിക്കണം, അവരോട് സലാം പറയണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഖുർആൻ ആയത്തിൽ വഇദാ ഖീല ലകും ഇർജിഉ, എന്ന് നിങ്ങളോട് മടങ്ങിപ്പോയി അവർ പറഞ്ഞാൽ, അതായത് വീട്ടിലേക്ക് കയറാൻ അനുവാദം തരാതെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞു ഫർജിഉ, നിങ്ങൾ മടങ്ങണം, നിങ്ങൾ മടങ്ങിപ്പോകണം. ഈ ആയത്ത് പ്രകാരം നമുക്ക് അമൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണി നമുക്ക് കാണാം. അതായത് ആരും നമ്മളോട് എന്ത് പറഞ്ഞിട്ടില്ല, ഇർജിഉ എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ മടങ്ങിപ്പോകണം എന്ന് പറഞ്ഞിട്ടില്ല, അനുവാദം ചോദിച്ചിട്ട് അനുവാദം ആരും തരാതിരുന്നിട്ടില്ല. അപ്പോഴല്ലേ ഫർജിഉ, നിങ്ങൾ മടങ്ങുക എന്ന കൽപ്പന നമുക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിൽ നമുക്ക് അമൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ആയത്ത് ഖുർആനിൽ, മറ്റൊരു ആയത്ത്, അതിനും സഹാബാക്കൾക്ക് അമൽ ചെയ്യാനോ ചിന്തിക്കാനോ പറ്റിയിട്ടില്ല എന്നാണ് ചില ആളുകൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്. ആ ആയത്ത് സഹാബാക്കൾ ഓതി, സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിച്ചു, പഠിപ്പിച്ചു. അതിൽ വലിയൊരു അമല് ചെയ്യാനുള്ള കൽപ്പന ഉണ്ടായിരുന്നു പോലും. പക്ഷെ സഹാബാക്കളൊന്നും അത് ചെയ്തിട്ടുമില്ല, നബിതങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല, സഹാബാക്കൾ അതിനെക്കുറിച്ച് അത്ര ചിന്തിച്ചിട്ടുമില്ല. ആ ആയത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഓതുന്നുണ്ട്, നബിദിനം ആഘോഷിക്കാൻ തെളിവായിട്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ, നബിയുടെ ജന്മദിനം കൊണ്ടാടാനും അത് ആഘോഷമാക്കാനും ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഓതുന്ന ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്ത് സഹാബാക്കൾ എന്തിനും ഏതിനും അമൽ ചെയ്യാൻ വ്യഗ്രത കാണിക്കുന്ന സഹാബാക്കൾക്ക് തിരിഞ്ഞിട്ടില്ല. അവരാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിച്ചിട്ടുമില്ല, അല്ലേ? അങ്ങനെ പറയേണ്ടത് നമ്മൾ. നഊദു ബില്ലാഹ്. ആയത്തുകൾ ഓതി ചിന്തിച്ച് പൊട്ടിക്കരഞ്ഞ സഹാബാക്കൾ, ഒരു ആയത്തിറങ്ങിയാൽ ഉടനെ തന്നെ അതിന്റെ തേട്ടം എന്താണെന്ന് മനസ്സിലാക്കി അമൽ ചെയ്യാൻ ശ്രമിക്കുന്ന സഹാബാക്കൾ, അവർക്ക് തിരിയാതെ പോയി ഈ ആയത്തിൽ നബിയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവുണ്ട് എന്നവർക്ക് തിരിയാതെ പോയി, അവർ മനസ്സിലാക്കാതെ പോയി. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ചിലർ ചിന്തിച്ച അത്ര അവർ ഖുർആനിന്റെ ഈ ആയത്തിൽ നടത്തിയ തദബ്ബുറിന്റെ അത്ര എത്താൻ സഹാബാക്കൾക്ക് സാധിക്കാതെ പോയി. അതിനുള്ള ഒരു ബുദ്ധികൂർമ്മതയോ ചിന്താശേഷിയോ ഇല്ലാത്ത ആളുകളായിപ്പോയി ആര്? സഹാബാക്കൾ. അങ്ങനെ പറയാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്നാൽ ഞാൻ പറയട്ടെ, ഈ ആയത്തിൽ നബിയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരു തെളിവുമില്ല, ഒരു തെളിവുമില്ല. ഈ ആയത്തിനെ വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ എങ്ങാനും ഈ ആയത്തിൽ ഇങ്ങനെയൊരു തെളിവുണ്ട് എന്ന് പറഞ്ഞു? ഏതെങ്കിലും ഒരു മുഫസ്സിർ ഇല്ല. ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണെന്നാണ് അധിക മുഫസ്സിരീങ്ങളും വിശദീകരിച്ചു. ഒരുപാട് പണ്ഡിതന്മാരുടെ ഖൗലുകൾ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ എല്ലാവരും പറഞ്ഞത് ഫദ്ൽ ഖുർആനാണ്, റഹ്മത്ത് ഇസ്ലാമാണ്. തൊട്ട് മുകളിലുള്ള ആയത്തും ഈ ആയത്തിനും ബന്ധമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശമനവും മാർഗനിർദ്ദേശവുമായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം എന്ന രൂപത്തിൽ അള്ളാഹു തൊട്ട് മുകളിലുള്ള ആയത്തിൽ ഖുർആനെ കുറിച്ചുള്ള പറയുന്നുണ്ട്. അതിനുശേഷമുള്ള ആയത്താണിത്. അപ്പൊ സംഭവിച്ചത്, ഇവര് റബീഉൽ അവ്വൽ 12 ആഘോഷമാക്കാൻ തെളിവന്വേഷിച്ച് നടന്നപ്പോ കിട്ടിയൊരു വാക്കാണ് റഹ്മത്ത്. നബിനെ കുറിച്ചും റഹ്മത്തുൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ റഹ്മത്ത്, ഇവിടെ റഹ്മത്ത്. അപ്പം ഇത് നബിയാണെന്ന് വരുത്തി തീർക്കണം. അപ്പൊ ഫഫ്റഹു എന്ന് പറയുന്നുണ്ട്, സന്തോഷിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആഘോഷിക്കണം എന്ന് ഇവരായിട്ട് കണ്ടുപിടിച്ച് മെനഞ്ഞുണ്ടാക്കിയ
ഒരു ആഘോഷമാണ് റബീഉൽ അവ്വലും. അതിനുള്ള തെളിവായിട്ട് ഇവരായിട്ട് കണ്ടുപിടിച്ചു. അല്ലാണ്ട് സഹാബാക്കൾക്കോ അള്ളാഹുവിന്റെ റസൂലിനോ മുൻകാലത്ത് കഴിഞ്ഞു പോയ മുഫസ്സിരീങ്ങൾക്കോ ആർക്കും ഈ ആയത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ നിങ്ങൾ ഈ രൂപത്തിൽ വളച്ചൊടിക്കുമ്പോൾ സംഭവിക്കുന്നത് സഹാബാക്കളെ കൊച്ചാക്കലാണ്, അവരുടെ അറിവിനെ കൊച്ചാക്കലാണ്, അവരുടെ ഫഹ്മിനെ കൊച്ചാക്കലാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഇൽമിനെ കൊച്ചാക്കലാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ തബ്ലീഗിനെ പരിഹസിക്കലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൽ നിങ്ങൾ ആര് നിങ്ങൾക്ക് മുമ്പിൽ ഈ ആയത്ത് ഓതിയാലോ ഈ ആയത്തിൽ പ്രിയപ്പെട്ടവരെ അതിന് തെളിവില്ല എന്ന് ധൈര്യത്തിൽ നിങ്ങൾക്ക് പറയാം. അതിനുവേണ്ടി ഇറങ്ങിയ ആയത്തല്ല ഇത്. നബിദിനം ആഘോഷിക്കാൻ